ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വേണ്ടി പരാതി നൽകിയിരുന്ന ഷോൺ ജോർജ് BJP നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷോൺ, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഇങ്ങനെ ഈ വിജിലൻസ് കോടതിയുടെ ഇന്നത്തെ ഉത്തരവ്? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാനത് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ പോലെ മാത്യുവിന് രാഷ്ട്രീയമുള്ള പോലെ തന്നെ എനിക്കും കൃത്യമായ രാഷ്ട്രീയമുള്ള വ്യക്തിയാണ്. ഞാനൊരു BJPയുടെ പ്രവർത്തകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇപ്പോ ഇദ്ദേഹം വസന്ത് പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് ആർക്കുമുള്ള ക്ലീൻ ചിറ്റ് അല്ല. പക്ഷേ ആ ക്ലീൻ ചിറ്റിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകളിലേക്ക് നമ്മൾ ചെന്ന് ചാടരുതായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ നിരായുധനായി നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുന്ന പോലെ ഈ ക്യാപ്സൂൾ ഉണ്ടാക്കാനുള്ള അവസരം എന്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എവിടെ എത്തും എന്ന് എന്നെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഒന്ന് ഇടപെട്ടോട്ടെ, ഇങ്ങനെ ഒരു ഹർജിയുടെ ആവശ്യമില്ലായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? കാരണം സംസ്ഥാന വിജിലൻസ് എത്ര അന്വേഷിച്ചാലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി അന്വേഷണം കൊണ്ടുപോകുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്നിരിക്കെ ഇത്തരമൊരു ഹർജിയുമായിട്ട് വിജിലൻസ് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണോ? അത് വെറുതെ ഒരു ആയുധം വെച്ചു കൊടുക്കുകയായിരുന്നു ഇടതു മുന്നണിക്ക് എന്നാണോ? AK ബാലൻ ഇതിൽ പ്രതികരിച്ചതും അങ്ങനെ ആ രീതിയിലാണല്ലോ. മുഖ്യമന്ത്രിയെയും മകളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന, അതിൽ മാത്യു കുഴൽനാടന് കോൺഗ്രസുകാരുടെ പോലും പിന്തുണയില്ല എന്ന് ബാലൻ പറയുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കേസുമായിട്ടാണോ മാത്യു കോടതിയിൽ പോയത്? ഇപ്പോ ഞാൻ ഇതേ വിഷയം എന്തിനിത് പോയി എന്ന് ഇതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചർച്ചയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എന്തിന് ഇത്തരത്തിലുള്ള കേസ്, പ്രത്യേകിച്ച് ഇപ്പോ PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിച്ചപ്പോൾ അവിടെ അതിനകത്തൊരു സ്ട്രാറ്റജിക്കൽ കാര്യമുണ്ട്. അതിനകത്ത് ആ സ്ട്രാറ്റജിക്കൽ തീരുമാനങ്ങളെല്ലാം എനിക്ക് ചാനലിൽ പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ചോദ്യം ഒരുപക്ഷെ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ചിലപ്പം നാളെ പത്രസമ്മേളനത്തിനോ വല്ലതും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് വെളിപ്പെടുത്തുമായിരിക്കാം. അല്ല, അങ്ങനെ ഒരു FIR-ന്റെയോ മറ്റോ ആവശ്യം അങ്ങനെ വരുന്നുണ്ടോ? ഇപ്പോൾ വിജിലൻസ് ഒരു FIR ഇടുന്നു ഈ കേസിൽ, അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്? ഞാൻ സംശയം ഇല്ല. സെക്ഷൻ 447 അനുസരിച്ച് ഒരു ചാർജ് വന്നാൽ മാത്രം മതി. അതിന് വിജിലൻസ് കോടതി അങ്ങനെ ഒരു FIR പിണറായി വിജയനും മകൾക്കും എതിരായി ഇടും, അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇടുമെന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ അതൊരു മണ്ടത്തരമല്ലേ. ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പം ആദ്യം ബാംഗ്ലൂർ ഹൈക്കോടതിയെ വീണ സമീപിച്ചു, അതുപോലെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചു, CMRL കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഇതെല്ലാം അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയെ CMRL സമീപിച്ചിട്ടുണ്ട്. അപ്പൊ CMRL പറഞ്ഞൊരു കാര്യം, ഷോൺ ജോർജിന് ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത്, എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞേക്കുന്നത്, ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്നും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനും ഷോൺ ജോർജ് നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാണ് അവിടെ ഡൽഹി ഹൈക്കോടതിയിൽ അവർ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മാത്രമാണ് നമ്മൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനം അല്ല. ശരിക്കും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനപ്പുറത്തേക്ക് ഇവിടെ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് CMRL-ഉം KSIDC-യും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിൽ കഴിഞ്ഞ 7 വർഷക്കാലത്തെ മുഴുവൻ ട്രാൻസാക്ഷനും എടുത്ത് പരിശോധിച്ചതിന് ശേഷം ആ രേഖകൾ ഉൾപ്പെടെയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളതും ആ രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പൊ SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു കോർപ്പറേറ്റ് ഫ്രോഡിന്റെ അന്വേഷിച്ച് അതിൽ നിന്നും വരുന്ന റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് ഇത് കറപ്ഷനിലേക്ക്, ഇതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ കറപ്ഷനിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. അല്ല, മാത്യു ഇവിടെ കറപ്ഷൻ അന്വേഷിക്കണം എന്നുള്ള ആവശ്യത്തിലേക്കാണല്ലോ പോയത്. അതായത് CMRL-ന് എന്താണ് പ്രത്യുപകാരം കിട്ടിയത് മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും എന്നുള്ളതാണല്ലോ. ആ കറപ്ഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കോർപ്പറേറ്റ് ഫ്രോഡ് പ്രൂവ് ചെയ്യണം. ആ കോർപ്പറേറ്റ് ഫ്രോഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പൊ SFIയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളത്. അതിനുവേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഞാൻ പറയുന്നത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ട ഡോക്യുമെന്റ്സും അതിനുവേണ്ട തെളിവുകളും ഞാൻ SFIക്ക് കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിനെല്ലാം അപ്പുറത്ത് കഴിഞ്ഞ മാസം, ഈ ഏപ്രിൽ മാസം 18-ാം തീയതി EDക്ക് ഞാനൊരു മറ്റൊരു പെറ്റീഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ പെറ്റീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഇപ്പൊ എന്ത് തന്നെ ന്യായീകരണങ്ങൾ വന്നാലും ഒരു സംശയവും വേണ്ട, ഈ കേസിൽ കൃത്യമായ ഫ്രോഡ് നടന്നിട്ടുണ്ട്.
അതിൽ മുഖ്യമന്ത്രി പ്രതിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണ്, KSIDCയിലെ 4ഓളം പ്രമുഖ ഉദ്യോഗസ്ഥർ പ്രതിയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷണത്തിൽ തെളിയുന്നതാണ്. ഷോൺ, ഒരു കാര്യം കൂടി ഇതിലെല്ലാം താങ്കൾ ഈ കരിമണൽ ഖനനത്തിലേക്കാണല്ലോ കാര്യങ്ങൾ കൊണ്ട് ഞാൻ എത്തിച്ചത്. അതാണല്ലോ ഈ പ്രത്യുപകാരം എന്ന രീതിയിൽ, അഴിമതി എന്ന രീതിയിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ വിജിലൻസ് കോടതി കണ്ടെത്തിയതിലും മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു, അല്ലെങ്കിൽ സർക്കാർ നേരിട്ടിടപെട്ടു, CMRനൊരു ഫേവർ ചെയ്തു കൊടുത്തു എന്ന് തെളിയിക്കുവാനുള്ള എന്ത് ഫാക്റ്റാണ് ഇതിലുള്ളത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിൽ KMMലും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMMലും CMRL എന്ന കമ്പനിയും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ, ഇടപാടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഉത്തരമില്ല. ഈ മുഖ്യമന്ത്രി എന്ത് സഹായം ചെയ്തു കൊടുത്തു CMRLന്? ഉത്തരമില്ല. ഇത്തരം കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ഡേറ്റ് മാത്രം പറയാം. അതായത് ഒരു ജിയോ ഡേറ്റഡ് 31/5/2019 ആണെന്ന് എന്റെ വിശ്വാസം. അതെ, 31/5/2019 ഒറ്റ ജിയോ, അത് മാത്രം മതി. മറ്റൊന്ന്, അത് കൃത്യമായി കോടതിയുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയാതെ വന്നതോ, അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി അത് മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി ആണോ? അത് ഈ കേന്ദ്രം അനുമതി അതാണോ, ഈ സാൻഡ് മൈനിങ് പാടില്ല എന്നുള്ള ആ ഒരു ഉത്തരവാണ്? അല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു ജിയോ 31/5 കൃത്യമായി ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. ആ ജിയോയ്ക്കുള്ളിൽ തന്നെ, ആ ജിയോ പ്രഥമ ദൃഷ്ടിയ നോക്കിയാലൊന്നുമില്ല, പക്ഷേ ആ ജിയോയ്ക്കുള്ളിൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുത്തു എന്നതിനകത്ത് വ്യക്തമാണ്. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, CMRL കമ്പനിക്ക് കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടണമായിരുന്നു. അങ്ങനെ ഒരു അനുമതി കിട്ടിയിട്ടില്ല. കാരണം ഈ 2004 കൊടുത്തിരുന്ന അനുമതി അത് ഫ്രീസ് ചെയ്തതിനു ശേഷം പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം CMRL സമീപിക്കുന്നു. പക്ഷേ അത് 2023 എന്ന് പറയുന്ന കമ്പനിയാണ് അതിനുവേണ്ടി അവർ രൂപീകരിച്ചത്. അതിനുവേണ്ടിയാണ് അവർ ലീസിന് പോയത്. അതിനുവേണ്ടിയാണ് ആറാട്ടുപുഴയിൽ വസ്തു വാങ്ങിച്ചത്. പക്ഷെ അവിടെയും സീലിംഗിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടില്ല എന്നാണ്. അതും സീലിംഗിന്റെ പരിധിയിൽ അത് അവര് 2019 ആ ലാൻഡ് മറ്റൊരു പർപ്പസിന് വേണ്ടി, മിനറൽ കോംപ്ലക്സിന് വേണ്ടി മാറ്റം. അതായത് 15 വർഷക്കാലം ലാൻഡ് സീലിംഗിന്റെ പുറത്ത് നിന്ന് ആ വസ്തുവിനെ അത് എല്ലാ മാറി വന്ന ഗവൺമെന്റുകളും, ഇവിടെ പാവപ്പെട്ടവൻ 15.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് പിടിക്കാൻ വരുന്ന റവന്യൂ വകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് 2019 വരെ ഇവരുടെ വസ്തുവിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് എല്ലാ വകുപ്പുകളുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഇത് മാത്രമല്ല. ശരിയാണ്. പക്ഷേ ഇതും മാത്യു, പക്ഷേ ഈ കാര്യങ്ങളും എല്ലാം കോടതിയിൽ പറഞ്ഞു. താങ്കൾ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാത്യുവും പറഞ്ഞു. അത് മാത്രമല്ല, മാത്യു ഈ രേഖകൾ വിജിലൻസ് കോടതിയിൽ നൽകുകയുണ്ടായി. ഈ രേഖകൾ പരിശോധിച്ചിട്ടാണ് ഇത്തരം ഒരു ഉത്തരവ് വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തുള്ള രേഖകൾ എന്താണ് ഷോൺ ഉള്ളത്? ഇതിപ്പോൾ മാത്യു മേൽക്കോടതിയിൽ പോയാൽ പോലും അല്ല, ഏത് മേൽക്കോടതി പോയാലും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണല്ലോ. ഈ മേൽക്കോടതി പോയി ആവശ്യപ്പെടാനുള്ളത് ഈ വിജിലൻസ് എൻക്വയറി തന്നെയല്ലേ മേൽക്കോടതി പോയി ആവശ്യപ്പെടാനുള്ളത്. താങ്കൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യം ഇവിടെയില്ല, അത് വെള്ളപൂശുന്നതിന് വേണ്ടി മാത്രമേ സഹായകരമാവുകയുള്ളൂ എന്ന്? അങ്ങനെ ഒരു വെള്ളപൂശൽ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുകയാണോ? അല്ല, എന്ന് ഞാൻ പറയട്ടെ, ഈ ചർച്ചയിൽ നിർബന്ധമായി എന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചും ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകാം. ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് എന്റെ പാർട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൊരു വാക്കുണ്ട്. ഞാൻ ഈ കേസിന്റെ അവസാനം വരെയും ഞാനൊരു വ്യക്തിയായി തന്നെ നിലകൊള്ളും. ഈ കേസിന്റെ എവിടെയും രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം എന്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയേണ്ട രാഷ്ട്രീയ ആരോപണവും ഇതൊന്നും അല്ല. പക്ഷെ ഞാനതിന്റെ ആ വിഷയത്തിലേക്ക് പോകാത്തത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്റെ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ബിജെപിയുടെ മറ്റാരുമില്ല, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഈ ചർച്ചയിൽ. താങ്കളാണല്ലോ ഇതിൽ നേരിട്ട് ഈ കേസിൽ ഇടപെട്ടതും പരാതി കൊടുത്തതും. അതുകൊണ്ടാണ് എന്റെ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും വ്യക്തിപരമായി എനിക്ക് ഇത്തരത്തിലൊരു വിധി ഉണ്ടാക്കി ഇപ്പോൾ തമാശക്കാണെങ്കിലും ആരും വിശ്വസിക്കുകയല്ലെങ്കിലും കുറച്ചു ദിവസത്തേനെങ്കിലും ന്യായീകരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രണ്ട്, ഈ വിധി വരേണ്ടത് എന്നായിരുന്നു അറിയാവോ? ഈ വിധി വരേണ്ടത് ഏപ്രിൽ 25-ാം തീയതിയാണ്. ഏപ്രിൽ 25-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ വിധി വന്നാൽ 26-ാം തീയതി നടക്കുന്ന നിയമസഭാ ഇലക്ഷനില് ഒരു സംശയം വേണ്ട, പിണറായി വിജയന് ക്ലീൻ ചിറ്റും അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ നേട്ടവും ഇലക്ഷൻ ഉണ്ടാകുമായിരുന്നു. കാരണം ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കാനോ SFI ഒന്നോ ED എന്നോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആക്ട് ഒന്നും നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പിണറായി വിജയന് ക്ലീൻ ചിറ്റ് എന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കേരളം മുഴുവൻ പ്രചരിപ്പിക്കുവാനും സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചരണം നടത്താൻ അവർക്ക് കഴിയും. അപ്പൊ ആ സാഹചര്യത്തിൽ 25-ാം തീയതി വന്നായിരുന്നെങ്കിൽ
ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചാൽ ഞാൻ മറ്റൊന്നിനെ കുറിച്ച് പറയുന്നില്ല. 25-ാം തീയതി ഈ വിധി വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു ദിവസം കൊണ്ട് എങ്ങനെ അതിനെ പ്രതിരോധിക്കുമായിരുന്നു? ഇപ്പോഴുള്ളതിന്റെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടാണ് ബഹളം ഉണ്ടാകുന്നത്. ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ എത്ര ഗംഭീരമായി പിണറായി വിജയനെ ന്യായീകരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഭയപ്പെട്ടത് അത് തന്നെയാണ്. ഞാൻ ഭയപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൽ ഞാൻ ഭയപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഈ മാത്യു മനഃപൂർവ്വം ഇങ്ങനെ